നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിയെക്കുറിച്ചാണ്. ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. പ്ലാസ്മോഡിയം പാരസൈറ്റുകളാണ് ഈ രോഗം പടർത്തുന്നത്. ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു. ആഗോളതലത്തിലുള്ള മലേറിയയെ ചെറുക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഏപ്രിൽ 25 ലോക മലമ്പനി ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രോഗമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മലമ്പനി. പ്ലാസ്മോഡിയം പാരസൈറ്റുകളാണ് ഈ രോഗം പടർത്തുന്നത്. മനുഷ്യരിൽ മലേറിയ ബാധിക്കാൻ ഇടയാക്കുന്നത് 5 തരം പാരസൈറ്റുകൾ വഴിയാണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നീ 2 ഇനമാണ് പ്രധാനമായും ഭീഷണി ഉയർത്തുന്നത്. രോഗാണുവിൻ്റെ സാന്നിധ്യമുള്ള അനോഫിലസ് പെൺകൊതുകിൻ്റെ കടിയേൽക്കുന്നത് വഴിയാണ് രോഗം പകരുന്നത്. ഈ കൊതുകുകളാണ് മലേറിയ വെക്ടറുകൾ എന്നറിയപ്പെടുന്നത്. ശുദ്ധജലത്തിലാണ് ഇവ മുട്ടയിട്ട് പെരുകുന്നത്. രോഗാണു സാന്നിധ്യമുള്ള കൊതുകിൻ്റെ കടിയേറ്റ് 8 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഇതാണ് ഇൻക്യുബേഷൻ കാലം എന്നറിയപ്പെടുന്നത്. തലവേദന, ഇടവിട്ടുള്ള കടുത്ത പനി, വിറയലോട് കൂടിയ പനി, പേശിവേദന, ക്ഷീണം, ഛർദി എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇടവിട്ടുള്ള വിറയലോട് കൂടിയ പനി മലേറിയയുടെ പ്രത്യേകതയാണ്. രോഗം മൂർച്ഛിച്ചാൽ മഞ്ഞപ്പിത്തം, മസ്തിഷ്കജ്വരം, വൃക്കകൾക്ക് തകരാറ് എന്നിവയുണ്ടാകും. നിലവിൽ മലപ്പുറം, പൊന്നാനിയിലൊക്കെ ആയിട്ട് മലമ്പനിയുടെ കേസസ് റിപ്പോർട്ട് ചെയ്തു വരുന്നു. ഇന്ത്യയിൽ ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടെയാണ് മലമ്പനി കൂടുതലായിട്ട് കണ്ടുവരുന്ന മേഖലകൾ. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും താരതമ്യേന ഉയർന്ന രീതിയിലുള്ള കേസുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പ്രെഡുള്ള സമയത്ത് ആ ഭാഗങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറത്താണ്, പൊന്നാനി ആ ഭാഗത്തോട്ടാണ്. അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. രോഗപ്രതിരോധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊതുക് നശീകരണം തന്നെയാണ്. മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. കിണറുകളിലും വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളിലും പാത്രങ്ങളിലുമൊക്കെ കൊതുക് വല കൊണ്ട് മൂടുക. വീടിൻ്റെ ടെറസിലും സൺഷെയ്ഡിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴുക്കിക്കളയണം. വെള്ളത്തിൽ വളരുന്ന കൂത്താടികളെ നശിപ്പിക്കണം. ഇതിന് ജൈവ കീടനാശിനികളോ മറ്റോ ഉപയോഗിക്കും. ഗപ്പി പോലുള്ള മത്സ്യങ്ങളെ വെള്ളത്തിലേക്ക് നിക്ഷേപിക്കുന്നതും നല്ലതാണ്. വീടിനകത്ത് കൊതുകിനെ അകറ്റാൻ ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ നടത്താം. കുന്തിരിക്കം പോലുള്ള കാര്യങ്ങൾ പുകയ്ക്കാം. കൊതുക് വല ഉപയോഗിക്കുക. വീടിനുള്ളിൽ ജനലുകളും വാതിലുകളും എയർ ഹോളുകളും കൊതുകുവല ഉപയോഗിച്ച് മറയ്ക്കാൻ ശ്രദ്ധിക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കാനായി ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരുന്നവരിൽ അതിഥി തൊഴിലാളികളിലും പനിയുണ്ടാകുമ്പോൾ രക്തപരിശോധന നടത്തി മലമ്പനി അല്ല എന്ന് ഉറപ്പുവരുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ തന്നെ വൈദ്യസഹായം നേടാൻ മടിക്കരുത്.